ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ല എങ്കിൽ 4-5 പ്രാവശ്യം കണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്. ഫ്യൂച്ചർ ടെൻസ് എന്നാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. നമ്മൾ ഇപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലെ വിൽ ഷാലിനെ കുറിച്ച് പഠിക്കാം. ഷാൽ ഇപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറേയില്ല. ഇപ്പോൾ ഇത് അൺകോമൺ ആണ്. ഓൾഡ് ഡോക്യുമെൻസുകളിലും അതുപോലെ തന്നെ പഴയ ബുക്കുകളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എന്നിരുന്നാലും വില്ലിൻ്റെയും ഷാലിൻ്റെയും ഉപയോഗത്തിലെ വ്യത്യാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആദ്യം ഇംഗ്ലീഷ് വാചക ഘടന അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാം. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബ്. ഇനി ഷാൽ. ഷാലിന് സബ്ജക്റ്റ് ഐയും ബിയും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഒരു ഉദാഹരണം, ഐ ഷാൽ ഹെൽപ്പ് ഹിം, ഞാൻ അവനെ സഹായിക്കാം. അടുത്തത്, വി ഷാൽ മീറ്റ് ഹർ, ഞങ്ങൾ അവളെ കണ്ടുമുട്ടാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വിൽ. സബ്ജക്റ്റുകൾ യു, ദേ, ഹി, ഷീ, ഇറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഹി വിൽ ഗോ ടു ചർച്ച്, അവൻ ചർച്ചിൽ പോകും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത്, ദേ വിൽ മീറ്റ് ദം, അവർ അവരെ കണ്ടുമുട്ടും എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ 3 തരത്തിലുള്ള സെന്റൻസുകളാണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ്, പോസിറ്റീവ് സെന്റൻസ്. സെക്കൻഡ്, നെഗറ്റീവ് സെന്റൻസ്. തേർഡ്, ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ്. ഇനി വില്ലിനെ കുറിച്ച് പഠിക്കാം. വിൽ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ വ്യത്യാസമില്ല. ഉദാഹരണം നോക്കാം. യു, ദേ, ഹി, ഷീ, ഇറ്റ്. പോസിറ്റീവ് സെന്റൻസ്. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് വെർബ്. ഉദാഹരണമായി നോക്കാം. ഹി വിൽ കം, അവൻ വരും. ഹി വിൽ കം ഹിയർ, അവൻ ഇവിടെ വരും. ഹി വിൽ കം ഹിയർ അറ്റ് 9 AM, അവൻ ഇവിടെ 9 AM വരും. ഹി വിൽ ഗോ ടു ഡൽഹി ടുമാറോ, അവൻ നാളെ ഡൽഹിക്ക് പോകും എന്നാണ്. ടുമാറോ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ഇയർ എന്നീ സമയക്രമങ്ങൾ ഭാവി കാലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. നെഗറ്റീവ് സെന്റൻസുകളെ കുറിച്ച് പഠിക്കാം. നെഗറ്റീവ് സെന്റൻസ് എന്നാൽ അതിൽ നോട്ട് അല്ലെങ്കിൽ ഇല്ല എന്ന അർത്ഥം വരും. സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് വെർബ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഹി വിൽ നോട്ട് കം, അവൻ വരികയില്ല. ഹി വിൽ നോട്ട് കം ഹിയർ, അവൻ ഇവിടെ വരികയില്ല. ഹി വിൽ നോട്ട് കം ഹിയർ അറ്റ് 9 AM, അവൻ ഇവിടെ 9 മണിക്ക് വരികയില്ല. ഹി വിൽ നോട്ട് ഗോ ടു ഡൽഹി ടുമാറോ, അവൻ നാളെ ഡൽഹിക്ക് പോവുകയില്ല. വിൽ പ്ലസ് നോട്ട്, ചുരുക്കത്തിൽ വോണ്ട്. ഐ വോണ്ട് കം ടുമാറോ, ഞാൻ നാളെ വരികയില്ല. ദേ വോണ്ട് ഗോ ടു ചർച്ച്, അവർ ചർച്ചിൽ പോവുകയില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേഴ്സുകളെ കുറിച്ചാണ്. ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. ഈ സെന്റൻസിൽ ആദ്യം ഓക്സിലറി വെർബുകളാണ് വരുന്നത്. അതിനുശേഷം മാത്രമേ സബ്ജക്റ്റുകളും വെർബുകളും വരുന്നുള്ളൂ. ഭാവിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമോ എന്ന് ചോദിക്കാനാണ് ഈ സെന്റൻസ് ഉപയോഗിക്കുന്നത്. കൂടുതൽ ഉദാഹരണം നോക്കാം. വിൽ ഹി കം, അവൻ വരുമോ, അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. വിൽ ഹി കം ഹിയർ, അവൻ ഇവിടെ വരുമോ, അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. വിൽ ഹി കം ഹിയർ അറ്റ് 9 AM, അവൻ രാവിലെ 9 മണിക്ക് വരുമോ, അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. വിൽ ഹി ഗോ ടു ഡൽഹി ടുമാറോ,
അവൻ നാളെ ഡൽഹിക്ക് പോകുമോ എന്ന ക്വസ്റ്റ്യനായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. വില്ലിനോട് നോട്ട് ചേർത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. വിൽ ഹി നോട്ട് കം? അവൻ വരികയില്ലേ. വിൽ ഹി നോട്ട് കം ഹിയർ? അവൻ ഇവിടെ വരികയില്ലേ. വിൽ ഹി നോട്ട് കം ഹിയർ അറ്റ് 9 AM? അവൻ ഇവിടെ 9 മണിക്ക് വരികയില്ലേ. വിൽ ഹി നോട്ട് ഗോ ടു ഡൽഹി ടുമാറോ? അവൻ നാളെ ഡൽഹിക്ക് പോകുകയില്ലേ. വിൽ പ്ലസ് നോട്ട് വോണ്ട് എന്നാണ്. വോണ്ട് ഹി ഗോ ടു ഡൽഹി ടുമാറോ? അവൻ നാളെ ഡൽഹിക്ക് പോവുകയില്ലേ. വോണ്ട് ദേ ഗോ ടു മാർക്കറ്റ്? അവർ മാർക്കറ്റിൽ പോവുകയില്ലേ. ഷാൽ എന്ന ഓക്സിലറി വെർബിനെ കുറിച്ച് പഠിക്കാം. ഐ, വി എന്നീ സബ്ജക്റ്റുകൾക്ക് മാത്രമേ ഷാൽ ഉപയോഗിക്കാവൂ. ഷീ, ഹി, യു, ദേ എക്സെട്ര എന്നീ സബ്ജക്റ്റുകൾക്ക് ഷാൽ ഉപയോഗിക്കാറില്ല. എക്സാമ്പിൾ: ഐ ഷാൽ ഗോ, ഞാൻ പോകാം. വി ഷാൽ ഗോ, ഞങ്ങൾ പോകാം. ഐ ഷാൽ നോട്ട് ഗോ ടുമാറോ, ഞാൻ നാളെ പോവുകയില്ല. വി ഷാൽ നോട്ട് ഹെൽപ്പ് യു, ഞങ്ങൾ നിന്നെ സഹായിക്കുകയില്ല. ഐ ഷാൽ ഗെറ്റ് ആൻ ഓട്ടോ, ഞാൻ ഒരു ഓട്ടോ പിടിക്കാം. ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ. വിൽ യു കം ടുമാറോ? നിങ്ങൾ നാളെ വരുമോ? വരും എങ്കിൽ യെസ് ഐ വിൽ. വരികയില്ല എങ്കിൽ നോ ഐ വോണ്ട്. വിൽ ഹി കം വിത്ത് മീ? അവൻ എന്നോടൊപ്പം വരുമോ? വരും എങ്കിൽ യെസ് ഹി വിൽ. വരികയില്ല എങ്കിൽ നോ ഹി വോണ്ട്. വിൽ ഇറ്റ് റെയിൻ ടുഡേ? ഇന്ന് മഴ പെയ്യുമോ? മഴ പെയ്യുമെങ്കിൽ യെസ് ഇറ്റ് വിൽ. മഴ പെയ്യുകയില്ല എങ്കിൽ നോ ഇറ്റ് വോണ്ട്. വിൽ യു നോട്ട് കം ബാക്ക് ടുഡേ? നീ ഇന്ന് തിരിച്ചു വരികയില്ലേ. വരും എങ്കിൽ യെസ് ഐ വിൽ. തിരിച്ചു വരികയില്ല എങ്കിൽ നോ ഐ വോണ്ട്. ഓർക്കുക, ഹി വിൽ കം, അവൻ വരും. ഹി വിൽ നോട്ട് കം, അവൻ വരികയില്ല. വിൽ ഹി കം, അവൻ വരുമോ? വിൽ ഹി നോട്ട് കം, അവൻ വരികയില്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.